അമ്മ പറഞ്ഞു എൻഗേജ്മെന്റ് ഡ്രസ്സൊക്കെ റെഡിയായിന്ന്. ശരിയാണോ? ശരിയാണ് സാർ, ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നത് ചെറിയ ചെറിയ മിനുക്ക് പണികൾ കാണും. ഏയ് അതൊന്നും സാരമില്ല സ്വാമി, കഴിഞ്ഞിടത്തോളമൊക്കെ മതി. ഓ ശരി ശരി. എല്ലാം ഒന്ന് വീട്ടിലെത്തിച്ചേക്ക്. അമ്മ ഒരുപാട് എക്സൈറ്റഡാ. പിന്നെ ലേറ്റ് ആക്കണ്ട. ഓക്കെ സാർ, ശരി അങ്ങനെ ആവട്ടെ. പിന്നെ സ്വാമി, ഓ സാറേ, ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കാനേ 2 മോഡൽസിന് അയക്കണമെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞായിരുന്നു. മോഡൽസ് ഒന്നും വേണ്ട, ആ സ്ഥാനത്ത് സ്വാമി ഋതികയും കൂട്ടിയും വന്നാൽ മതി. കാര്യങ്ങൾ മനസ്സിലായല്ലോ? മനസ്സിലായി സാറേ. ശരി. ഈ കുട്ടി ഇപ്പൊ എവിടെ ആയിരിക്കും? ഫ്രണ്ട് ഓഫീസ് കാണും. ഹായ് ആന്റി. ഹായ് അങ്കിൾ. മോളിങ്ങോട്ട് വാ, ഇരിക്ക്. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? സുഖമായിരുന്നു ആന്റി. അച്ഛനും അമ്മയ്ക്ക് എന്ത് പറയുന്നു? അച്ഛൻ കുറച്ച് ബിസിയാ. അമ്മയാണെങ്കിൽ അമ്മയുടെ ഒരു കസിന്റെ വീട്ടിൽ പോയിരിക്കുവാ. ഹേയ് രാജു. അയ്യോ, മോളൊന്നും വിചാരിക്കണ്ട. അവൻ ഈ രീതികളൊന്നും തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ. അതുകൊണ്ടാ. അതെനിക്കും അങ്ങനെ തന്നെ ഇഷ്ടം അങ്കിൾ. പക്ഷെ രാജുവിന്റെ കാര്യത്തില് എനിക്കങ്ങനെ ഫോർമാലിറ്റി ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. രാജുവിന്റെ ഭർത്താവാൻ പോകുന്ന ആളല്ലേ. അതെ, അത് തന്നെയാണ് അവൻ ഉദ്ദേശിച്ചത്. ഭർത്താവാകാൻ പോകുന്നതല്ലേ ഉള്ളൂ. നിങ്ങളുടെ വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. ആന്റി, അങ്കിള് പറഞ്ഞ പോയിന്റ് എനിക്ക് വളരെ ഇഷ്ടമായി. നിങ്ങളുടെ കുടുംബം ശരിക്കും ഒരു മാതൃകാ കുടുംബം. ആന്റിയും അങ്കിളും എന്ത് നല്ല രീതിയിലാ രാജുവിനെ വളർത്തി. രാജുവിന്റെ ഓരോ പെരുമാറ്റത്തിലൂടെയും വീണ്ടും വീണ്ടും എനിക്കത് മനസ്സിലായിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ കാലത്ത് രാജുവിനെ പോലൊരു ചെക്കന് ജീവിത പങ്കാളിയായി കിട്ടാൻ പോകുന്നത് എന്റെ ഭാഗ്യമാ. ഞങ്ങൾക്കുണ്ടാവാൻ പോകുന്ന കുട്ടികളെയും ഞാൻ ഇങ്ങനെ തന്നെ വളർത്തും.